കേരളത്തിൻ്റെ ആകെ പൊതുകടം 6 ലക്ഷം കോടിയെന്നാണ് പ്രതിപക്ഷ നേതാവായിരിക്കെ നാടുനീളെ വി.ഡി. സതീശൻ പ്രസംഗിച്ചത്. അദ്ദേഹം നിയമിച്ച സാമ്പത്തിക വിദഗ്ധർ തന്നെ അതൊരു പെരും നുണയായിരുന്നുവെന്ന് കണക്കുകൾ നിരത്തിപ്പറഞ്ഞു. ഉടൻ കൊടുത്തു തീർക്കേണ്ടതായി 1 ലക്ഷം കോടിയുടെ കുടിശ്ശിക ഇടതുഭരണകാലത്തുണ്ടെന്നും വാദിച്ചു. എന്നാൽ ധവളപത്രത്തിലെ കണക്കുകൾ അടിയന്തര സ്വഭാവമുള്ള കുടിശ്ശിക 20,000 കോടി മാത്രമാണ്. 1 ലക്ഷം കോടിയുടെ കുടിശ്ശിക എന്ന പ്രചണ്ഡ പ്രചാരണം കളവായിരുന്നുവെന്ന് ധവളപത്രം വെളിപ്പെടുത്തുന്നു. തകർന്ന സാമ്പത്തിക രംഗത്തെ പുനഃസംഘടിപ്പിക്കാൻ വിസ്മയകരമായ നടപടികൾ ഉണ്ടാവുമെന്ന് മുൻപ് പറഞ്ഞ വി.ഡി. സതീശനോട് മാധ്യമപ്രവർത്തകർ ഇന്നൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ബദൽ സാമ്പത്തിക പരിപാടികൾ? അതേക്കുറിച്ച് ഒരു രൂപരേഖയും പറയാനില്ലായിരുന്നു. പഠിക്കുന്നുവെന്ന പതിവ് പല്ലവി. വിദഗ്ധരെ വെച്ച് ധവളപത്രം തയ്യാറാക്കിയിട്ടും വിസ്മയകരമായ ആ ബദൽ എന്തെന്ന് പറയാൻ മുഖ്യമന്ത്രിക്കായില്ല. കേരളത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധിക്ക് മുഖ്യ കാരണം കേന്ദ്രമാണെന്ന യാഥാർത്ഥ്യം പറയാതെ പറഞ്ഞ വി.ഡി. സതീശൻ അതിനെതിരായി ശക്തമായി ഒരു വാക്കുപോലും ഉരിയാടിയില്ല. കേന്ദ്രത്തിൻ്റെ കേരള വിവേചനം അദ്ദേഹത്തിൻ്റെ അജണ്ടയുമല്ലെന്ന് ഒരിക്കൽ കൂടി വെടിപ്പായി വ്യക്തമാക്കി. ധനസമാഹരണത്തിന് പൊതുമേഖല കൂടി വിറ്റഴിക്കൽ ആണ് മനസ്സിലിരിപ്പെന്ന് വ്യക്തം. പൊതുമേഖല വിറ്റഴിക്കലാണ് മനസ്സിലിരിപ്പെന്ന് വ്യക്തം. യഥാർത്ഥത്തിൽ ധവളപത്രം വി.ഡി. സതീശൻ ഉദ്ദേശിച്ച ഫലം ചെയ്തോ? തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി കേരളം സാമ്പത്തികമായി അടിമുടി തകർന്നുവെന്ന് സ്ഥാപിക്കാൻ പറഞ്ഞ കണക്കുകളൊക്കെ പെരുപ്പിച്ചു കാട്ടിയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിരുന്നുവെന്ന് സ്വന്തം ധവളപത്രം തെളിയിച്ചു. കടന്നുപോയ 10 വർഷങ്ങൾ കേരളം അതിജീവിച്ച പ്രകൃതി ദുരന്തങ്ങളുടെയും മഹാമാരിയുടെയും കാലമായിരുന്നു. ആ കാലത്തെ മുറിച്ചു കടക്കാൻ നടത്തിയ ധനവിനിയോഗത്തെ മാനിക്കാത്ത ധവളപത്രം എത്ര വലിയ വിദഗ്ധൻ എഴുതി വെച്ചാലും എങ്ങനെ മലയാളിക്ക് അംഗീകരിക്കാനാവും? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ടി.എം. തോമസ് ഐസക്, മുൻ ധനകാര്യമന്ത്രി; ഡോക്ടർ ആർ. രാംകുമാർ, സാമ്പത്തിക വിദഗ്ധൻ; സി.പി. രാജശേഖരൻ, വീക്ഷണം ദിനപത്രത്തിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ. ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിൽ നിന്ന് ചർച്ച ആരംഭിക്കാം എന്ന് കരുതിയതാണ്. അദ്ദേഹം ഈ ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ രാംകുമാർ, അപ്പോൾ ഈ മുഖ്യമന്ത്രി ഈ ധവളപത്രത്തിന് നൽകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഉള്ളിലത്തെ ഒരു വലിയ എന്താ പറയുക അഭിമാനബോധമോ ഏതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്നത് ഇത് വിദഗ്ധർ തയ്യാറാക്കിയ ധവളപത്രമാണ്. അദ്ദേഹത്തിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി പോലും അങ്ങനെയല്ല ചെയ്തത് എന്നാണ് ഭംഗ്യന്തരേണ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം രാഷ്ട്രീയ പത്രങ്ങളായിരുന്നു, ഇത് ശരിക്കും ധവളപത്രമാണ്. അപ്പോൾ ഒരു ശരിക്കും ധവളപത്രം ഒരു സാമ്പത്തിക വിദഗ്ധൻ, ഒരു മുൻ ആസൂത്രണ ബോർഡ് അംഗം എന്ന നിലയിൽ ശ്രീ രാംകുമാർ ആദ്യമായിട്ടാണോ കാണുന്നത്? അങ്ങനെ കണ്ടപ്പോൾ എന്തു തോന്നി? എങ്ങനെയുണ്ട് ആ ശരിക്കും വിദഗ്ധർ തയ്യാറാക്കിയ ആ ധവളപത്രം? റൈറ്റ്. ശ്രീ രാംകുമാർ മ്യൂട്ടാണോ? കേൾക്കുന്നില്ല. ക്ഷമിക്കൂ, ഇപ്പോൾ കേൾക്കാമല്ലോ. കേൾക്കാം. ശരത്ത്, ഈ ധവളപത്രം വായിക്കുന്നതിന് മുൻപ് ഞാൻ കേട്ടത്, അത് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞ ആ വാക്യമാണ്. ഇതൊരു രാഷ്ട്രീയ ധവളപത്രമല്ല, മുമ്പുള്ളതൊക്കെ ആയിരുന്നു, പക്ഷെ ഇതല്ല എന്നുള്ളത്. പക്ഷെ അത് വായിച്ചു തീർന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് പരിപൂർണമായിട്ടൊരു രാഷ്ട്രീയ ആശയം ഉൾക്കൊള്ളുന്ന, പ്രതിഫലിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ധവളപത്രം എന്ന് എനിക്ക് തോന്നി. അതിൽ പറയാൻ ചില കാരണങ്ങളുണ്ട്. 1991 ഇന്ത്യയിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്ന ആ കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിലെ വലതുപക്ഷം അവലംബിച്ച ഒരു രീതി അല്ലെങ്കിൽ ഒരു തന്ത്രം എന്ന് നോക്കിയാൽ ഇവിടെ ആകെ കുഴപ്പമാണ്. ഈ ഒരു വലിയൊരു പ്രതിസന്ധി നമ്മളെ വിഴുങ്ങാനായിട്ട് ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. എന്തെങ്കിലും ഉടനടി ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകെ കുഴപ്പത്തിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതീതി സൃഷ്ടിക്കുക, ഒരു ഭയത്തിൻ്റെ, ഭീതിയുടെ, ഒരു പ്രതിസന്ധിയുടെ ഒരു പ്രതീതി സൃഷ്ടിക്കുക. ആ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇടവഴികളിൽ കൂടി നമുക്ക് ആവശ്യമുള്ള അവർക്ക് ആവശ്യമുള്ള ചില പ്രത്യേകമായിട്ടുള്ള നയങ്ങൾ തിരികെ കയറ്റുക. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ മറവിൽ ക്രൈസിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. കുത്തിക്കയറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഇതേ രീതി തന്നെ 2002 A.K. ആന്റണിയുടെ നേതൃത്വത്തിൽ മോഡേണൈസേഷൻ ഓഫ് ഗവൺമെന്റ് പ്രോഗ്രാം MGP ഇവിടെ നടപ്പിലാക്കിയപ്പോഴും ഇതേ രീതിയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പരിഷ്കാരങ്ങളൊക്കെ നമുക്ക് കൂടിയേ തീരൂ.
അതേ ഒരു തന്ത്രമാണ് ഇവിടെയും പയറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയത്. വളരെ ഭീതിജനകമായ, സ്തോഭജനകമായ ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ആ കണക്കുകളൊക്കെ തെറ്റായിരുന്നു എന്ന് ഞാനിപ്പോൾ പറയാം, ആ, ഈ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ശ്രമമാണ് ഈ ആ, ആ, ഈ ഈ ഈ വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രം വഴി അവര് ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ആ, ഇവിടെ ശമ്പളവും പെൻഷനും പലിശയും കൊടുത്താൽ വേറെ പൈസയൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ മൊത്തം ചെലവിന്റെ അല്ലെങ്കിൽ മൊത്തം വരുമാനത്തിന്റെ 80% പലിശയ്ക്കും ശമ്പളത്തിനും പെൻഷനുമാണ് കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നു. ആ കണക്ക് എത്രമാത്രം തെറ്റിദ്ധാരണാജനകമാണ്. ശരിയായ കണക്ക് എന്താണ്? ഇവിടെ ഇവർ 80% എന്ന് പറയുന്നത് എന്താണ്? ശമ്പളവും പെൻഷനും പലിശ നിരക്കുമൊക്കെ സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിന്റെ ശതമാനമായി നോക്കിയാൽ എത്ര എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് 80% എന്ന സംഖ്യ കിട്ടുന്നത്. പക്ഷെ അതാണോ നോക്കേണ്ടത്? സംസ്ഥാനത്തിന്റെ തനത് വരുമാനം പോലെ തന്നെ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള കേന്ദ്ര നികുതിയുടെ ഒരു ഭാഗം കേരളത്തിന് കിട്ടുന്നില്ലേ? അതൊക്കെ കൂട്ടി നോക്കിയിട്ട് മൊത്തം ചെലവിന്റെ ശതമാനമായി നോക്കുമ്പോൾ ശമ്പളം, പെൻഷൻ, പലിശ എന്നിവ എത്ര എന്ന് നോക്കുമ്പോൾ 60% താഴെയേ വരുന്നുള്ളൂ. ശമ്പളമാണെങ്കിൽ ഏകദേശം 32-33% മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എന്തിനാണ് ഈ 80% എന്ന വളരെ തെറ്റിദ്ധാരണാജനകമായ, സ്തോഭജനകമായ ഒരു കണക്ക് ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രതീതി നിർമ്മാണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം. ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുക. അതിന്റെ ഭാഗമായിട്ട് പിന്നെയും കുറെ കള്ളങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, വികസന ചെലവ് എന്ന് പറയുന്നത് കേരളത്തിന് 40% മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ ആയിട്ട് വരുന്നത്. പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 63% വരുന്നു. ഇത് RBIയുടെ കണക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ RBIയുടെ കണക്കിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ? കേരളത്തില് നമ്മൾ ഒരു വർഷം ഏകദേശം 12,000 മുതൽ 13,000 കോടി രൂപ വരെ കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വികസന ചെലവായിട്ട് കേരളത്തിൽ RBI കൂട്ടുന്നില്ല. അതും കൂടെ കൂട്ടി നോക്കുമ്പോൾ നമ്മുടെ ശതമാനം എത്രയാകും? എത്രയോ കൂടുതലാകും. അപ്പൊ പിന്നെയും ഇത്തരത്തിലുള്ള നിരന്തരമായ തെറ്റിദ്ധാരണാജനകമായ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ പ്രതീതി എന്തിനാ സൃഷ്ടിക്കുന്നത്? എന്ത് നടപ്പിലാക്കാനാണ്? ഇവർക്ക് താല്പര്യമുള്ള ചില നയങ്ങൾ നടപ്പിലാക്കാനാണ്. എന്താണ് ആ നയങ്ങൾ? വരാം ശ്രീ രാംകുമാർ, നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗമായി അതിലേക്ക് വരാം. യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞു വെച്ചൊരു കാര്യം, ഇത്ര മികവാർന്ന വിദഗ്ധർ തയ്യാറാക്കപ്പെട്ട ധവളപത്രമായിട്ടും ആ കണക്കുകൾ കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രതലം സൃഷ്ടിക്കുന്നതിനപ്പുറത്തേക്ക് കണക്കുകളുടെ വസ്തുതകളിലേക്ക് പോയിട്ടില്ല. അത് കേവലം സ്റ്റേറ്റ്മെൻറ്റായി പറഞ്ഞു വെക്കുകയായിരുന്നില്ല, 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് ഡോക്ടർ രാംകുമാർ ഇതേക്കുറിച്ച് സംസാരിച്ചത്. ഞാൻ ശ്രീ തോമസ് ഐസക് കൂടി നമ്മൾക്കൊപ്പം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ശ്രീ CP രാജശേഖരനുണ്ട്, വീക്ഷണത്തിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ. ഡോക്ടർ TM തോമസ് ഐസക്, ശ്രീ രാംകുമാറാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. താങ്കൾ മറ്റൊരു ചർച്ചയിൽ നിന്ന് ഇതിലേക്ക് വരട്ടെ എന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ഈ ധവളപത്രം തയ്യാറാക്കേണ്ടത് സാധാരണ നിലയ്ക്ക് ധനവകുപ്പാണ്. ഇതിപ്പോൾ ധനവകുപ്പിന് പുറത്തുള്ള വിദഗ്ധരാണ് എന്നൊരു പ്രശ്നം കൂടി രൂപപ്പെട്ടല്ലോ. അത് പ്രതിപക്ഷം സഭയ്ക്കകത്ത് അതൊരു പ്രശ്നമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ട ഒരു മുൻധനകാര്യമന്ത്രി എന്ന നിലയിൽ മുൻപ് ഇതുപോലെ ധവളപത്രം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. LDFും UDFും തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി അതിന് പറയുന്നൊരു വിശദീകരണം, വിദഗ്ധർ എന്നുള്ള വിശദീകരണത്തിൽ നിന്നുകൊണ്ടാണ് ധനവകുപ്പിന് പുറത്ത് തയ്യാറാക്കപ്പെട്ട ഈ ധവളപത്രം, അത് വിദഗ്ധരാൽ തയ്യാറാക്കപ്പെട്ട ശരിയായ ധവളപത്രം ഇതാണ്. ഇത് ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ടോ? ധനവകുപ്പിനെ മാറ്റി നിർത്തി വിദഗ്ധരെ ഇത് ഏൽപ്പിക്കുന്നതിൽ പ്രതിപക്ഷം ഇന്ന് അങ്ങനെയും ഒരു വിമർശനം ഉന്നയിച്ചിരുന്നല്ലോ. ടീമിൽ ഫിനാൻസ് സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വൈറ്റ് പേപ്പർ എന്നല്ല പേര്, സ്റ്റാറ്റസ് പേപ്പർ എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പരിഗണനയും കൂടി വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു സ്റ്റാറ്റസ് പേപ്പർ എന്ന് കൊടുത്തത്. ധവളപത്രമാകുമ്പോൾ ഒരു ഒഫീഷ്യൽ പോളിസി ഡയറക്ഷനൊക്കെ കൃത്യമായിട്ട് വരണം. അപ്പം അതിൽ നിന്നൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ സ്റ്റാറ്റസ് പേപ്പർ എന്ന് തന്നെ വെച്ചത്. ഏതായാലും അത് അസംബ്ലിയിൽ ഒരു ക്രമപ്രശ്നമായി ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്പീക്കറുടെ റൂളിംഗ് വരട്ടെ. നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്കൊന്നും പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം,
വിദഗ്ധരൊക്കെ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് സംസ്ഥാനത്തിൻ്റെ മുന്നിലുള്ള ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ത്, ലക്ഷ്യങ്ങളെന്ത്? അത് ഇന്ദിരാഗാന്ധി അടക്കമുള്ളതായിക്കോട്ടെ, എനിക്കിപ്പോൾ എൻ്റെ തന്നെ വാചകങ്ങളിൽ അത് നിർവചിക്കണമെന്ന് വാശിയില്ല. പക്ഷെ അതിന് പണം എങ്ങനെ കണ്ടെത്താം, ഇന്നുള്ള തടസ്സങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ളതിലേക്കാണ് പോകേണ്ടത്. നമ്മൾ വെറും കണക്കപ്പിള്ളമാരല്ല വരവും ചെലവും ഒപ്പിക്കാൻ. ഇതിലെ സമീപനം ഏതാണ്ട് അങ്ങനെയാണ്. നമുക്ക് റവന്യൂ കമ്മി പാടില്ല, ധനക്കമ്മി ഇങ്ങനെ നിർത്തണം, അതൊക്കെ പിന്നെയും നമ്മൾ പറയുന്നതാണ്. ഒരു പടി കൂടി കിടന്ന് റിസർവ് ബാങ്കിൽ നിന്ന് കൈവായ്പ STFൻ്റെ ഭാഗമായാലും അതല്ലെങ്കിൽ വെയ്സ് മീൻസ് ആയാലും ഓവർ ഡ്രാഫ്റ്റ് ആയാലും എടുക്കുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എത്രയാണ് വെയ്സ് ആൻഡ് മീൻസ്? വർഷാവസാനം മാത്രമല്ല, ഓരോ മാസം അവസാനവും ബാലൻസ് എന്താണ്, ഇങ്ങനെയൊക്കെ പരിശോധിച്ച് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഇതൊക്കെ പാലിക്കലാണ് ധനനയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളൊരു ചിന്തയാണ്. അതിനിടയിൽ ജനങ്ങളോട് വോട്ട് മേടിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇന്ദിരാ ഗ്യാരണ്ടി, അതല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ നൽകും? അതിനോടൊരു പ്രതിബദ്ധതയില്ല കേട്ടോ. പ്രതിബദ്ധത ഈ പറയുന്ന ധനകാര്യ ഒപ്പിക്കലുകൾക്കാണ്. ഇതാണ് ഈ ധവളപത്രത്തിൻ്റെ ഏറ്റവും പ്രധാന വൈകല്യം എന്നെനിക്ക് തോന്നുന്നു. വെച്ചാൽ എന്തും ചെയ്യാന്നുള്ളതല്ല, അങ്ങനെ തകർന്ന് തരിപ്പണമാവുന്ന ഒരവസ്ഥയിലൊന്നുമല്ല കേരളത്തിൻ്റെ ധനസ്ഥിതി എന്ന് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയുണ്ട്, ഞെരുക്കമുണ്ട്. അതിനുള്ളിൽ നിന്ന് ജനങ്ങളുടെ ക്ഷേമത്തിനും നമ്മുടെ വികസനത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്? ഇപ്പോൾ LDF ചെയ്ത മാനേജ്മെൻറ്റ് മോശം. ശരി, നിങ്ങളെങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പോകുന്നത്? ഈ ലക്ഷ്യം നേടണം, അങ്ങനെ ഒരു പറച്ചിലില്ല. അത് വളരെ നിരുത്തരവാദപരമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഈ ധവളപത്രം നൽകുന്ന ഗ്യാരണ്ടി ഇന്ദിരാ ഗ്യാരണ്ടിയും അല്ല, നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഈ കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല എന്നതിൻ്റെ ഉറപ്പാണ്. അതായത് കേരളം ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് വികസന രംഗത്ത് മുന്നോട്ട് പോയ അതിൻ്റെ ഒരു മൊമെൻ്റ് കൊണ്ടൊരു പേസ് ഉണ്ട്, അതിനെ വല്ലാതെ പിന്നോട്ട് വലിക്കും എന്ന ഒരു ബോധ്യം നൽകുന്നു ഈ ധവളപത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൻ്റെ ഘടന തകർന്നു തരിപ്പണമായി, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി, ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി UDF ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിൽ അതവർ മുന്നോട്ട് കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പയിൻ അതായിരുന്നു. അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞത്, ശ്രീ തോമസ് ഐസക്ക്, 6 ലക്ഷം കോടിയുടെ കടമാണ്, പൊതുകടമാണ് കേരളത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആ വിഷയം നേരത്തെ ശ്രീ രാംകുമാർ പറഞ്ഞ സ്തോഭജനകമായി അവതരിപ്പിച്ചു വെച്ചത്. ഇനിയിപ്പോൾ വൈറ്റ് പേപ്പർ വന്നു കഴിയുമ്പോൾ അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ കണക്കുകൾ വെച്ച് അദ്ദേഹം പറഞ്ഞത് കടന്നുപോയി എന്ന് സ്വയം സമ്മതിക്കാനെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാവേണ്ടതുണ്ടോ? നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ 6 ലക്ഷമല്ല 5 ലക്ഷം കോടിയാണ്. ഈ 5 ലക്ഷം കോടിയായാലും 5 വർഷം മുമ്പുണ്ടായതിനേക്കാൾ ഏതാണ്ട് 70% മാത്രമേ കടം വർദ്ധിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ GDP ആയിട്ട് താരതമ്യപ്പെടുത്തിയാൽ 39% ഉള്ളൂ. 42 നിന്ന് കുറഞ്ഞ് 39 കഴിഞ്ഞു. അതിനിയും താഴും. ഇങ്ങനെയുള്ളതിൻ്റെ ഇതാണ് സ്ഥിതിയെങ്കിൽ എങ്ങനെയാണ് കടക്കെണിയെന്നും കടത്തിൻ്റെ ഭയാനകമായ സ്ഥിതിയെന്നും ഒക്കെ പറയുക? അപ്പോൾ അതൊരു പ്രതീതി നിർമ്മാണമാണ്. അതിങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അത് തറച്ചു കയറ്റുക എന്നുള്ളതാണ്. ഈ പറയുന്ന അപകടാവസ്ഥയിലൊന്നുമല്ല കേരള സമ്പദ്ഘടനയും കേരളത്തിൻ്റെ ധനകാര്യവും. ശ്രീ CP രാജശേഖരൻ,
ഇപ്പോൾ ഈ ധവളപത്രത്തിന് അങ്ങനൊരു ഗുണമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പ്രതിപക്ഷ നേതാവും UDFും പ്രചരിപ്പിച്ച കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടന എന്നത് ഏത് നിലയ്ക്കായിരുന്നു ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിക്കേണ്ട കാര്യമില്ല. 6 ലക്ഷം കോടിയുടെ പൊതുകടം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതുപോലെ തന്നെ കുടിശ്ശിക 1 ലക്ഷം കോടിയുടെ കുടിശ്ശിക എന്ന നിലയ്ക്ക്. ഇന്നിപ്പോൾ ധവളപത്രം വന്ന് ആ കണക്കുകൾ വരുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ക്യാമ്പയിൻ നടത്തിയ കണക്കുകളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. 1 ലക്ഷം കോടിയുടെ കുടിശ്ശിക എന്ന് പറഞ്ഞിടത്ത് അടിയന്തര സ്വഭാവത്തോട് കൊടുക്കേണ്ടതായിട്ടുള്ളത് 20,000 കോടിയുടെ കുടിശ്ശിക മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടൊരു പദവിയിലിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ആ തിരുത്തൽ വരുത്താൻ അദ്ദേഹം തയ്യാറാകണ്ടേ? ഇവിടെ ബഹുമാന്യനായ, എനിക്ക് നേരത്തെ മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം ഇടതുപക്ഷത്തെ ഏറ്റവും പ്രമുഖനായ വളരെ മുതിർന്ന ഒരു നേതാവാണ്. 2016-21 കാലഘട്ടത്തിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ധനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തും അന്ന് അദ്ദേഹം ധവളപത്രം ഇറക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇന്നത്തെ ഈ ധവളപത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നിന്ന് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ സർക്കാർ 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പടിയിറങ്ങുകയും UDFിൻ്റെ നേതൃത്വത്തിൽ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക പൊതുസ്ഥിതിയെക്കുറിച്ച് അറിയാൻ എല്ലാ ആളുകൾക്കും ആഗ്രഹമുണ്ട്. നമ്മൾ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും സാമാന്യ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നിലയിലും UDFിൻ്റെ ഒരു നേതാവ് എന്ന നിലയിലും കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന് ലഭ്യമായ കണക്കുകൾ വെച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ VD സതീശൻ അന്ന് നിങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ള കണക്കുകൾ പറഞ്ഞു. CP രാജശേഖരൻ, അതിലൊരു പെശകുണ്ട്. ഇന്ന് മുൻ ധനകാര്യമന്ത്രി താങ്കളോട് തന്നെയാണ് അതായത് ഈ വിഷയം വന്നപ്പോൾ മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞ എന്താണെന്ന് അറിയുമോ? അന്ന് തന്നെ ആ കാലത്ത് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കുകൾ ശരിയല്ല എന്നും അന്ന് ആ സമയത്ത് ഏതാണ്ട് 4.5 ലക്ഷം കോടി എന്ന നിലയ്ക്കാണ് എന്നും ഇത് പറഞ്ഞ് വ്യക്തമാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ കണക്കെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 6 ലക്ഷം കോടിയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ധവളപത്രത്തിൽ അത് 5 ലക്ഷം കോടിയിൽ നിൽക്കുന്നു. അതാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇനിയെങ്കിലും അതിന് തയ്യാറാവേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെയല്ല. ഇലക്ഷന് മുൻപ്, ഇലക്ഷൻ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് വലിയ പ്രചാരണങ്ങൾ നടക്കും. രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത വേദികളിൽ വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കന്മാർ വ്യത്യസ്തമായ നിലപാടെടുക്കും. പക്ഷെ ഇന്ന് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുമാണ്. ഇന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ ആധികാരികമായിരിക്കണം. അദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലും സംസ്ഥാന ധനമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആധികാരിക രേഖകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ പൊതുകടം 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ആധികാരികമായിട്ട് ഇന്നത് അദ്ദേഹം ഒരു പൊതുവേദിയിലല്ല, ഒരു പൊതുസമ്മേളനത്തിലല്ല പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ നിയമസഭാ രാജശേഖരൻ അത് മുഖ്യമന്ത്രിയും പറഞ്ഞു, കണക്കുകളാണ്, അതിലെന്തിന് നമ്മൾ തർക്കമില്ല. പക്ഷേ അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കളവായ കണക്കായിരുന്നു, തെറ്റായ കണക്കായിരുന്നു എന്ന പ്രശ്നമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ കണക്കിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞ കണക്കിൽ ഒരു പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സോഴ്സ് അനുസരിച്ച് കിട്ടിയ ലഭ്യമായ കണക്കിൽ വെച്ചിട്ടായിരിക്കാം പറഞ്ഞത്. അല്ല, എന്റെ കണക്ക് തെറ്റിപ്പോയി, എന്റെ ബോധ്യവും എന്റെ കണക്കും തെറ്റായിരുന്നു എന്ന് പറയാനുള്ള സമ്മതിക്കാനുള്ള ആർജവം അദ്ദേഹം കാട്ടണ്ടേ? അദ്ദേഹം ഭരിക്കുന്ന നാട്ടിൽ പൊതുകടത്തെ സംബന്ധിച്ച് എൻ്റെ ബോധ്യം പിശകായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം ഈ ധവളപത്രത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവണ്ടേ? അത് നല്ലൊരു ശീലമായിരുന്നില്ലേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ? വളരെ വ്യക്തമാണ്. ഈ ധവളപത്രം അദ്ദേഹം UDFന് ഇവിടെ ഭൂരിപക്ഷം കിട്ടിയ അവസരത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക കൊണ്ടുവരും. പക്ഷെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കണക്ക് അതല്ല പ്രശ്നം. അദ്ദേഹം ഇതൊരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റിയപ്പോൾ അദ്ദേഹം ജനങ്ങളോട് വിശദീകരിച്ച ആ കണക്ക് പെരുപ്പിച്ചതായിരുന്നു. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉയരുന്നൊരു പ്രധാന ക്രിറ്റിസിസം. അദ്ദേഹം ആ നിലയിൽ കളവ് പറയുന്നു, നുണ പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം ആ നിലയിൽ ഒന്നായി ഇതുകൂടി വരുന്നു. അദ്ദേഹം തന്നെ അത് തെളിയിച്ചു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരിക്കലുമല്ല. അത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ
ഒരു വലതുപക്ഷ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ആയിക്കോട്ടെ. ഞാൻ കാര്യങ്ങളെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. ശരി. ഒരു മാധ്യമ പ്രവർത്തന ധർമ്മമാണ് ഓക്കെ. കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഇലക്ഷന് മുൻപ് നമുക്ക് എപ്പോഴും കാലമുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബാരിയർ, നമ്മുടെ കാലത്തിന്റെ ബാരിയർ ഒന്ന് തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാകുന്ന സ്ഥിതിഗതികളാണ് നമ്മളോട് അവലോകനം ചെയ്യുന്നത്. ബഹുമാന്യനായ ശ്രീ തോമസ് ഐസക്ക് അദ്ദേഹം മുൻ ധനകാര്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അധികാരത്തിൽ എത്തിയ ഉടൻ തന്നെ അദ്ദേഹവും അതിന് മുൻപുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ധനസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം ധവളപത്രം ഇറക്കിയിട്ടുള്ളതാണ്. അതിന് മുൻപ് ഇടതുമുന്നണിയോ CPIMോ അതിലെ നേതാക്കന്മാരോ പറഞ്ഞ കണക്കായിരുന്നില്ല ധവളപത്രത്തിലൂടെ അന്ന് പുറത്തു വന്നത്. ഇന്നിപ്പോഴും നമ്മളിപ്പോ ഇപ്പോൾ എനിക്ക് അതിലൊരു ഒബ്ജക്ഷൻ ചോദിക്കട്ടെ. ശ്രീ തോമസ് ഐസക്ക് അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊക്കെ അന്ന് എടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അക്കാലത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചെടുത്ത പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും നിലപാടും നിങ്ങൾ അവതരിപ്പിച്ച ധവളപത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു എന്ന ധ്വനിയോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം അക്കാലത്തുണ്ടായിരുന്നോ? ഇത്തരമൊരു പ്രശ്നം VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ നേരിടുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങളിവിടെ സംസാരിച്ചതുപോലത്തെ ഒരു ഇഷ്യൂ മുഖ്യമന്ത്രി നേരിടുന്നുണ്ടോ? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള എതിർപ്രചാരണം യാഥാർത്ഥ്യത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിശദീകരണമല്ല, നടന്നതെന്ത്? പെൻഷൻ എത്ര കൂടിയിട്ടുണ്ട്? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യ മേഖലയിൽ, അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയിൽ, പശ്ചാത്തല സൗകര്യങ്ങളിൽ, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കണക്കുകളുള്ളതല്ലേ? LDFിൻ്റെ തുടർച്ചയായ പരിശ്രമം ഇത് ചർച്ച ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അത് ചർച്ച ചെയ്യുന്നതിനല്ല, മറിച്ച് ചില കാര്യങ്ങൾ വെച്ചുള്ള ആഖ്യാനങ്ങൾ വലിയ തോതിൽ സൃഷ്ടിക്കാം. അപ്പം അതിന് വസ്തുപരമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അനിവാര്യമാണ്. അങ്ങനെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പല കണക്കുകളും വായിച്ചു നോക്കുമ്പോഴും വിശകലനം വായിച്ചു നോക്കുമ്പോഴും കിഫ്ബിയെക്കുറിച്ച് അതിൻ്റെ ആമുഖത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് എഴുതുന്നതും എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ അന്തരങ്ങളുണ്ട്. അപ്പോൾ ഒരു സംശയവും വേണ്ട, അന്ന് പറഞ്ഞ പല കാര്യങ്ങളും പോയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താണ്? ഇപ്പോഴത്തെ പ്രതിസന്ധി ഈ പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഞങ്ങൾ കടമെടുക്കില്ല, ഒരു കാരണവശാലും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് ഞങ്ങൾ കടമെടുക്കുന്ന പ്രശ്നമില്ല, അനുവദനീയമായ പരിധിക്കുള്ളിൽ തന്നെ ഈ റിസർവ് ബാങ്കിൽ നിന്നൊക്കെയുള്ള ഓഫ് ഡ്രാഫ്റ്റ് പോട്ടെ, പൈസ മീൻസ് പോലും ഞങ്ങൾ എടുക്കുന്ന മോശമാണ്, ഞങ്ങൾ ചെയ്യത്തില്ല, ഞങ്ങളുടെ വരുമാനം കൊണ്ട് തന്നെ ചെലവ് നടത്തി പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് അധികം നാൾ നിൽക്കില്ല. ഈ ഓണം കഴിയാൻ പറ്റൂല. കാരണം അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ധവളപത്രത്തിലെ നിലപാടുകളൊക്കെ ഇപ്പോൾ വാദിച്ച് ഞാൻ തോപ്പിക്കണമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല. ഒരു 6 മാസത്തിനുള്ളിൽ അതിൻ്റെയൊക്കെ പൊള്ളത്തരം പൂർണ്ണമായിട്ടും പുറത്തു വരും. ഇങ്ങനെ UDFന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പോയാലോ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. റൈറ്റ്. ഇത് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ധവളപത്രത്തെ തുടർന്ന്. ശ്രീ രാംകുമാർ, നേരത്തെ ഒരു പ്രതീതി നിർമ്മാണമാണ് സംഭവിക്കുന്നത്, അതാണ് അതിനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞു വെച്ചല്ലോ. മാത്രവുമല്ല, അവിടെ നിന്ന് ഈ ധവളപത്രത്തിൻ്റെ ഒരു ഫോക്കസിലേക്ക് പോകാനാണ് താങ്കൾ ശ്രമിച്ചത്. നമുക്കതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രതീതി നിർമ്മാണത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട 1-2 കാര്യങ്ങൾ, ഇപ്പോൾ പൊതുകടം, അതുപോലെ തന്നെ കുടിശ്ശിക, അരിയറിൻ്റെ കാര്യത്തിൽ ഒക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് ആധികാരികമെന്ന നിലയിൽ അക്കാലത്ത് അദ്ദേഹം പകർന്നു നൽകിയ ചില കണക്കുകളുണ്ട്. ധവളപത്രം മുന്നോട്ട് വെക്കുന്ന കണക്കുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ധവളപത്രം ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരർത്ഥത്തിൽ തിരിച്ചടിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ വെളിപ്പെടുത്തൽ കൂടിയാണോ? അതുപോലെ തന്നെ എങ്ങനെ പണം കണ്ടെത്തും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് ഈ ധവളപത്രം കടന്നു ചെന്നിട്ടേയില്ല എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്?
മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ കിഫ്ബിയുടെ കാര്യത്തിൽ കിഫ്ബിയെക്കുറിച്ചും അതിൻ്റെ സാധ്യതയെക്കുറിച്ചും അതിൻ്റെ വിജയകരമായ ഫോർമുലയെക്കുറിച്ചും ധവളപത്രത്തിൽ മികച്ച ചില പരാമർശങ്ങൾ അടക്കമുണ്ടെന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സഭയിലാവട്ടെ പിന്നീട് വാർത്താസമ്മേളനത്തിലാവട്ടെ ഒക്കെ പറയുമ്പോൾ പരാമർശിച്ച എന്താണെന്ന് വെച്ചാൽ അത് സമാന്തര സാമ്പത്തിക അതോറിറ്റി എന്ന നിലയിലാണ് മുഖ്യമന്ത്രി അതേക്കുറിച്ച് സംസാരിച്ചത്. പക്ഷേ ധവളപത്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ കിഫ്ബി അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാട്ടിയിട്ടുമുണ്ട്, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ശ്രീ രാംകുമാർ. ശരത്ത്, ഈ പ്രതീതി നിർമ്മാണം ഈ ധവളപത്രത്തിൽ തുടങ്ങിയതല്ലല്ലോ. ഈ പ്രതീതി നിർമ്മാണം എന്ന് പറയുന്നത് കുറച്ചു കാലമായി കേരളത്തിൽ എല്ലാം അപകടത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്ന ഒരു വർത്തമാനം കേരളത്തിൽ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇലക്ഷന്റെ ചില റിസൾട്ടുകളെയും നമുക്ക് വിലയിരുത്തേണ്ടി വരിക. അപ്പൊ ഈ 6 ലക്ഷം കോടി എന്ന് പറയുന്ന ഈ സ്തോഭജനകമായ സംഖ്യ, 1 ലക്ഷം കോടി കൂട്ടി പറഞ്ഞ ആ സംഖ്യ എന്ന് പറയുന്നത് ആ പ്രതീതി നിർമ്മാണത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഈ ധവളപത്രം പുറത്തു വന്നതിന് ശേഷവും അതിൽ മാറ്റമില്ല എന്നുള്ളതാണ്. അതായത് ഈ ധവളപത്രത്തിൽ അടക്കം ഈ പ്രതീതി നിർമ്മാണത്തിന്റെ ഒരു തുടർച്ചയുണ്ട് എന്നുള്ള ഞാൻ പറയാൻ നേരത്തെ ശ്രമിച്ചത്. ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞതും ഇന്ന് ധവളപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾക്കൊക്കെ ഒരു കണ്ടിന്യൂറ്റി കൃത്യമായിട്ടുണ്ട്. ആ പ്രതീതി നിർമ്മാണത്തിന്റെ ഒരു തുടർച്ച നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ വാക്കുകളിലും കാണാം, ഇന്നും കാണാം. പക്ഷെ അതേസമയം ബഹുമാനപ്പെട്ട മുൻ ധനമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്തടക്കം പുറത്തിറക്കിയിട്ടുള്ള ധവളപത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതിലെ കണക്കുകളെയോ അതിന് മുൻപോ പിൻപോ പറഞ്ഞ കണക്കുകളെ കുറിച്ച് ആർക്കും ഒരു പരാതി ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. രണ്ടാമത്തേത്, എങ്ങനെ പണം കണ്ടെത്തുമെന്ന ശരത്തിന്റെ ചോദ്യമാണ്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്, ഞാൻ മുൻപ് ഒരു പരിപാടിയിൽ ശരത്തിനോട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കേരളം ധനകാര്യ മാനേജ്മെന്റ് കാര്യത്തിൽ ഒരു ടേക്ക് ഓഫ് കാലഘട്ടത്തിലാണ് എന്ന് ഞാൻ 1-2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ കാരണം 2021 കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഏകദേശം 53,000 കോടി രൂപയായിരുന്നു കേരളത്തിന്റെ തനത് വരുമാനം എന്ന് പറയുന്നത്. ഇന്നത് ഏകദേശം 1 ലക്ഷം കോടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വെറും 5 വർഷം കൊണ്ട് കേരളത്തിന്റെ തനത് വരുമാനത്തെ, നികുതി വരുമാനം നികുതിയേതര വരുമാനം രണ്ടും കൂട്ടിയാൽ ഏകദേശം ഇരട്ടിയിൽ കൂടുതലായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. ആ നേട്ടം എന്ന് പറയുന്നത് മുൻപ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ കാലത്തും ആ ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അത് 53,000 കോടി ആയത്. അവിടെ നിന്ന് അടുത്ത 5 വർഷത്തിൽ അത് ഏകദേശം 1 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? വളരെ കൃത്യമായിട്ടുള്ള ഒരു നികുതി പിരിക്കലിന്റെ ഒരു കൾച്ചർ ഇവിടെ വളർത്തിയെടുക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം, നിങ്ങൾ ഈ നികുതി പിരിവിന്റെ ഈ സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ ഇവിടെ തുടരാൻ പുതിയ സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. എൻ്റെ ഒരു സംശയം ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ ശരത്. ഈ സർക്കാരിനെ പൊതുവിൽ അധികാരത്തിൽ ഏറ്റിയ വർഗങ്ങളും അല്ലെങ്കിൽ സംഘങ്ങളും ഏതൊക്കെ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നികുതി പിരിവ് ഊർജ്ജസ്വലം അല്ലാതായി തീർന്നാൽ ഗുണം നേടുന്ന വർഗങ്ങളും കൂട്ടങ്ങളുമാണ് ഈ സർക്കാരിനെയും ഈ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെയും ഒക്കെ വലുതായിട്ട് സഹായിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. അതായത് നികുതി പിരിവ് ഊർജ്ജസ്വലമായാൽ ഈ സർക്കാരിന്റെ പൊതു രാഷ്ട്രീയ സപ്പോർട്ട് ബേസ് എന്ന് നമ്മൾ പറയുന്ന ആ ഗ്രൂപ്പിന് ദോഷം വരുന്ന സ്ഥിതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നികുതി പിരിവ് ഊർജ്ജസ്വലമാകുന്നതിന് പകരം നികുതി പിരിവിന്റെ ഊർജം കുറയാനാണ് അടുത്ത 5 വർഷത്തിൽ സാധ്യത. അത് തന്നെയാണ് നമ്മൾ 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന UDF കാലഘട്ടത്തിലും കണ്ടത്. അതേ ഒരു ഊർജ്ജസ്വലതയിലെ കുറവ്, ദൗർബല്യം ഇപ്പോഴും നികുതി പിരിവിൽ ഉണ്ടാവാൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതുകൊണ്ട് അടുത്ത 5 വർഷത്തേക്കുള്ള സാമ്പത്തിക മാനേജ്മെന്റ് നികുതി പിരിവിന്റെ കാര്യത്തിൽ ഒരു പരാജയമായേക്കും എന്ന് മാത്രമല്ല, പ്രഖ്യാപനങ്ങൾക്കൊന്നും പണം കണ്ടെത്താനാവാതെ അവിടെയും ഇവിടെയും തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ ചെലവ് വെട്ടിക്കുറച്ചുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ദുരിതാവസ്ഥയിലേക്ക് തള്ളിവിടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഈ അവസരത്തിൽ കാണുന്നത്. തെറ്റാണെങ്കിൽ തിരുത്തുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മൂന്നാമത്തെ ചോദ്യം കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. ശരത്ത് തന്നെ പറഞ്ഞു, ഈ കിഫ്ബിയെ കുറിച്ച് UDF ഒരു അങ്കലാപ്പിലാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. അങ്കലാപ്പിലാണെന്ന് പറയാൻ കാരണം,
തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന ഒരു സ്ഥിതി അവർക്ക് കിഫ്ബിയെ കുറിച്ചുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് കിഫ്ബിയുടെ ഗുണങ്ങളെക്കുറിച്ച്, അഡ്വാൻറ്റേജുകളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ധവളപത്രത്തിൽ തന്നെ വിവരിച്ചു വെച്ചിട്ടുണ്ട്. അതിലെ കുറേയധികം കാര്യങ്ങൾ സർക്കാരിലേക്ക് സ്വാംശീകരിക്കേണ്ടതുണ്ട്. അതിന് മികച്ച കാര്യക്ഷമതയുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സാങ്കേതിക മികവുണ്ട്. മോണിറ്ററിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതിലുണ്ട്. അതെല്ലാം സർക്കാരിലേക്ക് വരണം എന്ന് പറയുമ്പോൾ തന്നെ കിഫ്ബിയെ കുറിച്ചുള്ള വിമർശനം കിഫ്ബി തന്നെ ഇല്ലാണ്ടാക്കും എന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ കിഫ്ബിയെ കൃത്യമായിട്ട് വിമർശിക്കേണ്ട ഒരു ഗതികേട് ഈ വൈറ്റ് പേപ്പറിൽ നമുക്ക് കാണാം. അതാണ് ഒരു ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ വൈറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ധവളപത്രത്തിൽ കാണുന്നത് കുറേയധികം വൈരുദ്ധ്യങ്ങളാണ്. വളരെ നല്ല പരിപാടിയാണ് ഈ കിഫ്ബി എന്ന് പറയുമ്പോഴും അതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നത് അതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്ന് പറയേണ്ട ഒരു സ്ഥിതി, ഒരു സാഹചര്യം അവർക്ക് രാഷ്ട്രീയമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ കിഫ്ബിയെ കുറിച്ച് ഈ ധവളപത്രത്തിൽ പോലും മോശം പറയുന്നില്ല എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുക. പക്ഷേ അത് സഭയിലേക്ക് മുഖ്യമന്ത്രി ആ ധവളപത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് വിശദീകരിച്ചപ്പോൾ അത് വളരെ പൊളിറ്റിക്കലായി കിഫ്ബിക്കെതിരായി, അവിടെയാണ് ആ പരാമർശം നിൽക്കുന്നത്. സമാന്തര സാമ്പത്തിക അതോറിറ്റിയായി അത് മാറി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി അതേക്കുറിച്ച് ഒരു സമീപനം സ്വീകരിച്ചത്. ഞാനിപ്പോൾ ഓർക്കുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു പ്രതീതിയാണ് ശരത്, അത് മറ്റൊരു പ്രതീതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് എങ്ങനെ സമാന്തര സമ്പദ്ഘടനയായി പ്രവർത്തിക്കാൻ കഴിയും? അവർ ജനാധിപത്യത്തിന് അടിപ്പെട്ടുകൊണ്ട് തന്നെയല്ലേ നിൽക്കുന്നത്? അതും മറ്റൊരു പ്രതീതി നിർമ്മാണമാണ്. ഇതെന്തോ മറ്റൊരു നമ്മുടെ ഭൂമിയിലും ഇത് മറ്റേതോ ഗ്രഹത്തിലും നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നതും ഒരു പ്രതീതി നിർമ്മാണത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയും. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രതീതി നിർമ്മാണം എന്നുള്ളതായിട്ടുള്ളൊരവസ്ഥ. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞൊരു ചർച്ചയിൽ വാസ്തവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രതീതി നിർമ്മാണം എന്നും കൂടി പറയണം. യെസ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ശ്രീ രാജശേഖരൻ കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അന്ന് ഇതുപോലെ ചർച്ചയിൽ ശ്രീ തോമസ് ഐസക് ഉണ്ട്, അപ്പുറത്ത് ചർച്ചയിലുണ്ടായിരുന്ന ശ്രീ എം ലിജു ആണ്, ഇന്നത്തെ മന്ത്രി എം ലിജു ആണ്. അപ്പോൾ ശ്രീ തോമസ് ഐസക് ചോദിച്ചു, ശ്രീ ലിജുവിനോട് ചോദിച്ചു, ഞാനൊരു കഴിഞ്ഞ 5 വർഷക്കാലമായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നിങ്ങൾ കിഫ്ബിയെ കുറ്റം പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ബദൽ, എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് നിങ്ങൾ പറയൂ, അതൊന്നും അറിയാനായി കാത്തിരിക്കുന്നു, ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇന്നുവരെ ഒരു നേതാവും അതിലേക്ക് ഇതുവരെ ഒരു ഉത്തരം തരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇന്ന് ധവളപത്രം അവതരിപ്പിച്ച് അതിൻ്റെ പുറത്ത് എല്ലാ വിശദീകരണങ്ങളും സഭയ്ക്കകത്തും പുറത്തും നൽകിയിട്ടും ശ്രീ രാജശേഖരൻ അങ്ങനൊരു ബദലിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, എന്താണ് നിങ്ങളുടെ സാമ്പത്തിക ഈ ബദൽ എന്നതിനെക്കുറിച്ച്, ധനസമാഹരണത്തിൻ്റെ ബദലെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനി അതേക്കുറിച്ച് പഠിക്കണം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞു നിൽക്കുന്നത്. ഈ വിദഗ്ധരും ഈ സംവിധാനവുമൊക്കെ ഇത്രയൊക്കെ പഠിച്ച്, അതായത് കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറയുന്നതിലേക്ക് ഒരു പേപ്പർ ഒപ്പിച്ചതിനപ്പുറത്തേക്ക് ഭരണകാലത്ത് ഇവരൊക്കെ പറഞ്ഞതുപോലെ എങ്ങനെ ധനം സമാഹരിക്കാം, എങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാം, എങ്ങനെ പ്രതീക്ഷകൾ പൂവണിയും വിധത്തിലേക്ക് വോട്ടർമാർ നൽകിയ ആ മാൻഡേറ്റിനെ ഗുണപരമായി മുന്നോട്ട് കൊണ്ടുപോകാം, ഇതിന് ധനസമാഹരണത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു പ്ലാനിലേക്കല്ല യഥാർത്ഥത്തിൽ ഈ ധവളപത്രം പോയിട്ടുള്ളത്. മറിച്ച് തിരിഞ്ഞു നിന്ന് കുറ്റം പറയാനുള്ള ഒരു ടെൻഡൻസിയാണ് കണ്ടത്. യഥാർത്ഥത്തിൽ അത് ഗുണം ചെയ്യുമോ? ധനസമാഹരണം എന്ന വെല്ലുവിളിക്ക് ഒരു പരിഹാരവും സർക്കാരിന് മുമ്പിൽ ഇപ്പോഴുമില്ല. ശ്രീ രാജശേഖരൻ, അതിൽ ശരത്ത് ഞാനൊന്ന് പറയട്ടെ, പറഞ്ഞോളൂ. എന്നെ പൂർണ്ണമായിട്ട് പറയാൻ അനുവദിക്കണം, ഉറപ്പായി അതിനുള്ള സമയം എനിക്ക് തരണം. ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്തിട്ട് എന്റെ ആർഗ്യുമെന്റ്സിൽ നിന്ന് വഴിതിരിച്ചു വിടരുത്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് ചർച്ച കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ വിഷയം ഇവിടെ പ്രിയപ്പെട്ട തോമസ് ഐസക്കും ഡോക്ടർ രാംകുമാറും ഒക്കെ പറഞ്ഞതുപോലെ ഇതിനെ നമ്മൾ ഞാൻ കാണുന്നത് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രം അതൊരു കേവലമായ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ഉമ്മാക്കിയല്ല, അതൊരു ആധികാരിക രേഖയാണ്. ആ രേഖ നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊന്നും അവൈലബിൾ ആണ്, എപ്പോഴും നമുക്ക് എല്ലാവർക്കും തന്നെ അത് വായിക്കാൻ കിട്ടും. അതിൽ പറഞ്ഞിരിക്കുന്ന അധിക വിഭവ സമാഹരണം എങ്ങനെയാണ്, എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, നേരത്തെ പറഞ്ഞത് എന്താണ്, ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി എന്താണ്, ഇതെല്ലാം നമുക്ക് വായിക്കാൻ കിട്ടും, നമുക്ക് മനസ്സിലാക്കാൻ കിട്ടും. നമ്മളിവിടെ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിന് നമ്മളെക്കാളൊക്കെ വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു യഥാർത്ഥമായ കണക്ക് അവതരിപ്പിക്കുക, ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് ധവളപത്രത്തിലൂടെ ഗവൺമെന്റ് ചെയ്തത്. ഇനി അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പുതിയൊരു ഗവൺമെന്റിനെ നമ്മൾ വിലയിരുത്തേണ്ട, അല്ല കാണേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്.
ഈ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ കൂടിയ അല്ലെങ്കിൽ അന്ന് തന്നെ കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ 2 സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനമെടുത്തു. ഒന്ന്, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ഒരു 5 പരിപാടിയിലൂടെയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്യാരണ്ടികൾ അവർ അത് നടപ്പാക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുള്ള തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക ബാധ്യതയുള്ള, സാമ്പത്തിക ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. രണ്ടാമത്, മുൻ ഗവൺമെന്റ് ചെയ്യാതെ പോയ ആശാവർക്കർമാരുടെ ശമ്പള വർധനവ്, അംഗൻവാടി ജീവനക്കാരുടെ ശമ്പള വർധനവ് അടക്കം നിരവധി ആനുകൂല്യങ്ങൾ ഒറ്റയടിക്ക് പ്രഖ്യാപിച്ചു. ഇനി നിങ്ങൾ ചോദിക്കുന്ന കണക്ക് ഈ ധവളപത്രത്തിൽ എന്താണ് സർക്കാരിന്റെ അധിക വിഭവ സമാഹരണത്തിലുള്ള ഉപാധികൾ? ബഹുമാനപ്പെട്ട ഡോക്ടർ രാംകുമാറിനും ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്കിനും അറിയാം. ഈ ധവളപത്രം വായിക്കുമ്പോൾ വളരെ സുദീർഘമായി, ഒരു ഹ്രസ്വമായ ഒരു കാര്യമല്ല. അടുത്ത 5 വർഷത്തിനുള്ളിലോ അല്ലെ അതിനപ്പുറത്തേക്കോ നീണ്ടു നിന്നേക്കാവുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ, നിരവധി പ്രതീക്ഷകൾ നമ്മുടെ അല്ലെങ്കിൽ ഈ നയരേഖയിൽ, ഈ സാമ്പത്തിക നയരേഖയിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് ഉദാഹരണം, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ മാതൃകയിൽ സംസ്ഥാന ജീവനക്കാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെയും പെൻഷൻ പ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച് ശമ്പള പരിഷ്കരണ കമ്മീഷൻ അവരുടെ കാലാവധി 5 വർഷം എന്നുള്ളത് ഉയർത്തുന്നത് സംബന്ധിച്ച് അധിക നികുതി സമാഹരണത്തിലുള്ള പുത്തൻ സങ്കേതങ്ങളെക്കുറിച്ച് ഒക്കെയും നമുക്ക് പല നിർദ്ദേശങ്ങളും ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ സാമ്പത്തിക വിദഗ്ധന്മാരും മാധ്യമപ്രവർത്തകരും പൊതുസമൂഹത്തിലെ ഇത് സംബന്ധിച്ച് ആലോചിക്കുന്ന ആളുകളും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു പുതിയ ഭരണകൂടം അധികാരത്തിലെത്തുമ്പോൾ അവർ 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ 4-5 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലുവർ. മുൻ സർക്കാരിനുണ്ടായിട്ടുള്ള ഭരണപരമായ പരാജയങ്ങൾ എന്തൊക്കെ, അത് എവിടൊക്കെ തിരുത്താൻ പറ്റും, അത് അവർ ആലോചിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. മുൻ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന കാലത്ത് അന്ന് ബഹുമാന്യനായ വൈദ്യുത മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഒരു കരാറുണ്ടായിരുന്നു, ദീർഘകാല കരാർ. 25 വർഷത്തേക്ക് യൂണിറ്റിന് 4 രൂപ 59 പൈസ നിരക്കിൽ കേരളത്തിൽ വൈദ്യുതി എത്തിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തി. അത് ഭരണപരമായ ഒരു തീരുമാനമായിരുന്നു. എന്നാൽ 2013 മെയ് മാസം 10-ാം തീയതി 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആ കരാർ റദ്ദാക്കി. ആ കരാർ റദ്ദാക്കിയിട്ട് എന്ത് പറ്റി? ഇപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 3 രൂപ 55 പൈസ നിരക്കിൽ കിട്ടേണ്ടിയിരുന്ന വൈദ്യുതിക്ക് നമ്മളിപ്പോ കൊടുക്കുന്നത് 10 രൂപയാണ് ഒരു യൂണിറ്റിന്. അപ്പൊ ഈ വ്യത്യാസം വന്നപ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം, ശ്രീ രാജശേഖരൻ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമ്മുടെ ഈ ചർച്ച വഴിതിരിഞ്ഞു പോവുകയുള്ളൂ. അത് മറ്റൊരു വിധത്തിൽ ആർഗ്യൂ ചെയ്യേണ്ടതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് അല്ല നമ്മുടെ മുമ്പിലുള്ളത്. 2024-25 മാത്രം 724 കോടി രൂപയാണ് വൈദ്യുതി ബോർഡ് നഷ്ടമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അന്ന് നമുക്ക് ഇപ്പോ നടപ്പ് വർഷത്തിൽ 724 കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയ സ്ഥാനത്ത് നമുക്ക് 224 കോടി രൂപ ലാഭം ഉണ്ടാക്കാമായിരുന്ന വൈദ്യുതി വകുപ്പിൽ മാത്രം ഒരു വർഷത്തിൽ മാത്രം 224 കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്ന ഒരു വലിയ തീരുമാനത്തെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലുകൾ കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ്. ഞാൻ വരാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇത് വേറെ ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സമയം കളയാതിരിക്കാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് വേറെ തന്നെയാണ്. ഞാൻ തർക്കത്തിനല്ല ആര്യാടന്റെ കാലത്ത് കൊണ്ടുവന്ന ആ ദീർഘകാല കരാർ എന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞതിനെ എന്താണ് റെഗുലേറ്ററി കമ്മീഷൻ എടുത്ത നിലപാട്? ആ ടെൻഡർ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിരുന്നോ? അതേ തുടർന്നുണ്ടായ നിയമതർക്കങ്ങൾ താങ്കൾക്കറിയാവുന്നതല്ലേ? ഹൈക്കോടതി അടക്കം പോകേണ്ടി വന്നതും ഹൈക്കോടതി അടക്കം റദ്ദു ചെയ്തതുമായ നിരവധി വിഷയങ്ങൾ അതിനകത്തില്ലേ? ആ ഭാഗമൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ അത് ഡിബേറ്റ് ചെയ്ത് പോകാം. അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിടിച്ചത്. ഞാൻ ശ്രീ തോമസ് ഐസക്കിലേക്ക് വരികയാണ്. ശ്രീ തോമസ് ഐസക്, ഈ കാര്യത്തിൽ ഈ ധവളപത്രം കേരളത്തിൻ്റെ ഈ ധനപ്രതിസന്ധിയുടെ മറ്റൊരു സുപ്രധാനമായ മേഖല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ളതായ ഒന്ന് തന്നെയാണ്. നമ്മുടെ സഹകരണ ഫെഡറലിസത്തിന് ചേരാത്ത വിധത്തിൽ നിരവധിയായ കാര്യം. ഇപ്പോൾ 16-ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് റദ്ദു ചെയ്തപ്പോൾ പോലും അത് വളരെ സ്വാഭാവികമെന്ന മട്ടിലാണ് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായത്. പിന്നീട് വാർത്താസമ്മേളനത്തിൽ മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് പറഞ്ഞത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ എല്ലാ ധനകാര്യ കമ്മീഷൻ തന്നിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 16-ാം ധനകാര്യ കമ്മീഷനാണ് റദ്ദ് ചെയ്തത്. അങ്ങനൊരു സാഹചര്യം രാജ്യത്ത് നിലവിലില്ല. അതിനെതിരെ യഥാർത്ഥത്തിൽ പ്രതികരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതുപോലെ ചൂണ്ടിക്കാട്ടിയ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിനോടൊക്കെ കേന്ദ്ര സമീപനം, സാമ്പത്തികമായി സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധി
ഇതിനോടുള്ള ധവളപത്രത്തിൻ്റെ സമീപനം എന്താണ്, മുഖ്യമന്ത്രിയുടെ സമീപനം എന്താണ്, തുടർന്നവർ അക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് ഈ ധവളപത്രം നൽകുന്നത്? നമ്മുടെ വരുമാനത്തെ നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തനത് വരുമാനം എന്താണ്. അക്കാര്യത്തിൽ ഒത്തിരി വിശകലനവും ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. രണ്ടാമത്തത്, കേന്ദ്രം എത്ര തരുന്നു. അത് തന്നെ പരിശോധിക്കുന്നത് തനത് വരുമാനം നമ്മുടെ GDP-യുടെ ശതമാനമായിട്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കുറഞ്ഞു, ആ കുറവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മൊത്തം വരുമാനത്തിൽ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം എത്രയാണ്? ഇപ്പോൾ 75% ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം. 25%-ഓളമേ വരൂ കേന്ദ്ര സഹായം. ഈ കേന്ദ്ര സഹായത്തിൽ വന്നിട്ടുള്ള വലിയ ഇടിവ് അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, ഫിനാൻസ് കമ്മീഷൻ്റെ പുറത്ത് ഉള്ള നാനാവിധ സഹായങ്ങളുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, പ്രത്യേക ഗ്രാൻറ്റുകൾ, അതെല്ലാം കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിലേ മൊത്തം തുകയുടെ 1.9% കേരളത്തിനുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വരുമാനത്തെ പുറകോട്ടടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു വിമർശനവും ഇല്ലെന്ന്. വിമർശനമുണ്ട്, പറഞ്ഞു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോകുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് പറയുന്ന ഒന്ന് ആ ഒഴുക്കിൽ പറഞ്ഞു പോകുന്നതല്ലാതെ ഇത് നയം തിരുത്തിച്ചിട്ട് മാത്രമേ കേരളത്തിൻ്റെ ധനപ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ. മിനിമം ആ സർവശിക്ഷാ അഭിയാനിൻ്റെ ഏറ്റവും കൂടുതൽ പണം കിട്ടാനുള്ളത്, അത് മേടിക്കാൻ പറ്റണം. എന്നെങ്കിലും ഒന്ന് പറയണ്ടേ? നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു വാചകം പോലും ഇല്ലാത്ത ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും കേട്ടത്. ഒന്നുപോലുമില്ല. അതിൻ്റെ ചുവട് പിടിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ ധവളപത്രം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് ഒരു വശമാണെങ്കിലോ, ഈ കിഫ്ബിയുടെ പേര് പറഞ്ഞ് നമുക്ക് തരേണ്ട ന്യായമായ വായ്പ അത് വെട്ടിക്കുറയ്ക്കാം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലെ മുഖ്യ ഘടകം കേന്ദ്ര സഹായം കുറഞ്ഞതും അതുപോലെ തന്നെ നമുക്ക് നോർമലായിട്ട് കിട്ടേണ്ട വായ്പ കിഫ്ബിയുടെ പേര് പറഞ്ഞ് വെട്ടിക്കുറച്ചതുമാണ്. എന്നാൽ അതിനെതിരായൊരു നിലപാടില്ല. മറിച്ച് കേന്ദ്രമായിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് കിഫ്ബിയുടെ കാര്യത്തിലാണെങ്കിൽ കേന്ദ്ര വിമർശനം പൂർണ്ണമായിട്ടങ്ങ് അംഗീകരിക്കുകയാണ്. കേന്ദ്രം പറയുന്നതിൽ ന്യായമില്ല എന്നെങ്കിലും ഒന്ന് പറയണ്ടേ? ഇല്ല. വേറെ ഒന്നുമില്ലെങ്കിലേ BJP-യുടെ 4ാം വർഷം വരെ കേന്ദ്ര സർക്കാരും പോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ വഴി വായ്പ എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അത് സംസ്ഥാനത്തിൻ്റെ നിലനിന്നിരുന്നൊരു അവകാശമല്ലേ? അത് ഏകപക്ഷീയമായിട്ട് കേന്ദ്ര സർക്കാർ പാടില്ലെന്ന് പറയുമ്പോൾ അതല്ല, അത് വേണ്ടതുണ്ട് എന്ന് പറയാൻ പറ്റണ്ടേ? അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് ഇല്ല. ആ ഇല്ല എന്നുള്ളതാണ് ഈ ധവളപത്രത്തിൻ്റെ രാഷ്ട്രീയമെന്ന് ഞാൻ പറയും. റൈറ്റ്. ശ്രീ രാംകുമാർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രവുമായി ഇക്കാര്യങ്ങളിൽ കേരളത്തിന് അവകാശപ്പെട്ട ധനം അല്ലെങ്കിൽ ആ നിലയിലൊരു സാമ്പത്തിക ആനുകൂല്യം വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ചെയ്തതുപോലൊരു ഫൈറ്റിലേക്ക് ഏതെങ്കിലും നിലയ്ക്ക് ഈ സർക്കാർ പോകുമെന്ന് കരുതേണ്ടതില്ല. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തുടക്കം മുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ വിഭവ സമാഹരണം സാധ്യമാകും? അതിൽ തന്നെ ഇപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ ഉള്ളപ്പോഴും കിഫ്ബി ഉപയോഗിച്ച് ഓഫ് ബജറ്റ് ബോറോയിങ്ങിലൂടെ കിഫ്ബിയെ നന്നായി മുന്നോട്ട് ചലിപ്പിച്ച് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പിന്നോട്ടടിപ്പിക്കാതെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു 10 വർഷക്കാലം, അതിലും വലിയ താല്പര്യമില്ല കിഫ്ബിയുടെ കാര്യത്തിൽ. ആ നിലയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ ഏത് നിലയ്ക്കാണ് ധനസമാഹരണം? നികുതി പിരിവിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ചുള്ളൊരു സൂചന, താങ്കളൊരു നിരീക്ഷണം അവതരിപ്പിച്ചു വെച്ചു. പിന്നെ ഏതാണ് ഈ പൊതുമേഖല വിറ്റഴിക്കൽ? ഇന്ന് മുഖ്യമന്ത്രി അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ധാതു ഖനനത്തിലേക്ക് സ്വകാര്യ മേഖല വരുന്നതിൻ്റെ ഒരു പോളിസി ഷിഫ്റ്റിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂട്ടിൽ സഞ്ചരിച്ചാണോ കേന്ദ്രവുമായി ഒരു ഫൈറ്റിന് പോകാതെ കിട്ടുന്നത് മാത്രം വാങ്ങുക, ഈ രൂപത്തിൽ
ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ധനസമാഹരണത്തിൻ്റെ ഒരു റൂട്ട് രൂപപ്പെടുത്താൻ ശ്രമിക്കുക, ഇതാണോ സർക്കാർ കാണുന്നത്? വിഭവ സമാഹരണത്തിന് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാല് ഈ സർക്കാർ പറഞ്ഞു വെക്കുന്നത് എന്താ, ഈ പ്രതീതി എന്ന് പറയുന്നത് കടം വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് വിഭവ സമാഹരണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കടത്തിന്റെ പ്രശ്നം, കടഭാരം കുറച്ചുകൊണ്ട് വരാം എന്നത് ഒരു ഭാഗം മാത്രമാണ്. ഇതേ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന, അവർ ചെയ്യാൻ പോകുന്നത് കൂടുതൽ നികുതി പിരിക്കലോ വിഭവ സമാഹരണമോ ആവില്ല. മറിച്ച് ചിലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഈ കടഭാരം കുറയ്ക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും ഇവർ നടത്തുക. അല്ലെങ്കിൽ അവരുടെ ഇന്ദിരാ ഗ്യാരണ്ടി ചെലവ് കൂട്ടില്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു KSRTCക്ക് ആ ഉണ്ടാകുന്ന ലയബിലിറ്റി സർക്കാർ തീർക്കേണ്ടതായി വരും, അത് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിൽ വരുത്താൻ അവർ നിർബന്ധിതരാവുകയാണെങ്കിൽ ചെലവുകൾ അത്രയും കൂടുതൽ മറ്റ് സ്ഥലങ്ങളിൽ വെട്ടേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഈ സർക്കാരിന് വിഭവ സമാഹരണത്തിൻ്റെതായിട്ടുള്ള ഒരു തനതായ ഒരു തന്ത്രമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഈ ധവളപത്രത്തിൽ കാണുന്നില്ല. ഈ ധവളപത്രം വായിച്ചാൽ അതെല്ലാം മനസ്സിലാകുമെന്നാണ് അല്പം മുമ്പ് താങ്കൾക്കൊപ്പം ഈ ചർച്ചയിൽ പാനലിസ്റ്റായ ശ്രീ CP രാജശേഖരൻ പറഞ്ഞത്, ശ്രദ്ധിച്ചിരുന്നല്ലോ. ധവളപത്രത്തിൽ വിഭവ സമാഹരണത്തിനായിട്ടുള്ള എന്ത് തന്ത്രമാണെന്ന് പറഞ്ഞോളൂ. ഓരോരുത്തർ ഒരു നിമിഷം. ശ്രീ രാംകുമാർ, ശ്രീ ഐസക്. തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി VD സതീശൻ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യം, ആ പോഡ്കാസ്റ്റിലടക്കമുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, 25,000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്, അത് പിരിക്കുന്നതോടെ പ്രശ്നം തീരും. 2, സ്വർണത്തിൽ നിന്ന് മാത്രം 15,000 കോടി അധിക നികുതി കിട്ടും. 3, D നാരായണ കമ്മിറ്റി പറഞ്ഞ 25,000 കോടി രൂപയുടെ IGST നഷ്ടമുണ്ടല്ലോ, ആ നഷ്ടം ഭാവിയിലുണ്ടാവില്ല ഉറപ്പുവരുത്തും. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 3നെയും കുറിച്ചൊരു പരാമർശം പോലും ഇല്ല. ഇങ്ങനെ കുടിശ്ശിക LDF പിരിച്ചില്ലെന്നോ, IGST നഷ്ടപ്പെടുത്തിയെന്നോ, അതല്ലെങ്കിൽ സ്വർണ്ണ നികുതി പിരിക്കുന്ന അലംഭാവം കാട്ടിച്ചെന്നോ, ഇങ്ങനെ പ്രശ്നമുള്ളതായിട്ട് പോലും ഭാവിക്കുന്നില്ല. അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടോ. അതൊക്കെ പോഡ്കാസ്റ്റിൽ പറയാനുള്ളതായിരിക്കും, ധവളപത്രത്തിൽ പറയാൻ പറ്റുന്നതായിരിക്കില്ല. അതായിരിക്കും വ്യത്യാസം. ശരത്, അതാണ് പ്രതീതി. പിന്നെയും അതായത് പുതിയതായിട്ടൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പൊളിച്ചെഴുതി പുതിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം ഇവിടെ ഉണ്ടാകുമെന്ന പ്രതീതിയും ഞാൻ നേരത്തെ പറഞ്ഞ പ്രതീതിയുടെ ഭാഗമാണ്. അതിൽ വാസ്തവത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല എന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ മടങ്ങാം. അതായത് വിഭവ സമാഹരണം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇവിടെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാവുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ ചിലവുകൾ മറ്റ് സ്ഥലത്ത് നിന്ന് വെട്ടിക്കുറച്ചുകൊണ്ട് മാത്രമേ ഈ സർക്കാർ അത് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അനുമാനം. അതിൻ്റെ ചില സിഗ്നലുകൾ ഈ ധവളപത്രത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് ചെലവ് കുറയ്ക്കലിന്റെ ഒന്ന്, ഈ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന് പറയുന്നു. അപ്പൊ അവിടുത്തെ തൊഴിലാളികൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഉൽപാദന അധിഷ്ഠിത സബ്സിഡികളിൽ നിന്ന് ഉപഭോഗ അധിഷ്ഠിത സബ്സിഡികളിലേക്ക് മാറണം എന്ന് ധവളപത്രം പറയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാട്ടിലെ വെള്ളക്കരം കൂടും, വൈദ്യുതിയുടെ ചാർജ് കൂടും, മറ്റ് പ്രധാനപ്പെട്ട പൊതുസേവനങ്ങൾക്ക് നൽകുന്ന യൂസർ ചാർജുകൾ വർദ്ധിക്കും എന്ന കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഞാൻ ഇതിൽ കാണുന്നത്. അപ്പോൾ വിഭവ സമാഹരണം നടക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുണ്ടെങ്കിൽ അത് ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും കൂടുതൽ ഭാരങ്ങൾ ജനങ്ങളുടെ മേൽ കയറ്റി വെച്ചുകൊണ്ടുമായിരിക്കും അതിനുള്ള ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു വിഭവ സമാഹരണം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, കുറ്റം പറയരുതല്ലോ. അത് നമ്മുടെ നാടിന് ഭയങ്കരമായിട്ടുള്ള കടഭാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുനിസിപ്പൽ ബോണ്ടുകൾ ആയി കടം വാങ്ങിക്കാം എന്നും ഇതേ ധവളപത്രം തന്നെ പറയുന്നു. അപ്പൊ എന്താ, ആ കടമല്ലേ? അതും കടമാണല്ലോ. അപ്പോ കടം വാങ്ങണം എന്ന് ഇതേ ധവളപത്രം തന്നെ പറയുന്നു എന്ന ഒരു വൈരുദ്ധ്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താ ഈ മുനിസിപ്പൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ പോയി വിവിധ ഈ കൊച്ചി കോർപ്പറേഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബോണ്ട് ഇറക്കുന്നു. അപ്പൊ ഈ ബോണ്ടുകൾക്കൊരു വാല്യൂ വേണം.
അവയിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടാവുമെന്ന് ഇൻവെസ്റ്റർക്ക് ഉറപ്പ് വേണം. ആ വിശ്വാസം ഇൻവെസ്റ്റർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിക്ഷേപകൻ ഈ ബോണ്ട് വാങ്ങുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ ബോണ്ടിനെ വാല്യൂ ഉള്ളതാക്കുക? ആ കോർപ്പറേഷന് യൂസർ ചാർജുകൾ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആ നിക്ഷേപകന് ഉറപ്പുവരുന്ന പക്ഷം ഈ ബോണ്ടിന്റെ വാല്യൂ വർദ്ധിക്കും, കൂടുതൽ വാങ്ങാൻ ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഒരു ലോക്ക് ചെയ്യുക, അതായത് യൂസർ ചാർജുകളും മറ്റ് കാര്യങ്ങളിലും ഒക്കെ ജനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന പ്രോപ്പർട്ടി ടാക്സ്, മറ്റു ഡ്യൂട്ടികൾ, ഇതൊക്കെ ഭാരങ്ങൾ കൂടുതൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കണ്ടീഷണാലിറ്റിയിലേക്ക് കോർപ്പറേഷനുകളെ കുരുക്കിയിടുന്ന ഒരു കടഭാരം കൂടി ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. റൈറ്റ്. ശ്രീ സി പി രാജശേഖരൻ, താങ്കൾ ഇത് കേട്ടല്ലോ. എങ്ങനെയാണ് വിഭവ സമാഹരണം, ചെലവ് ചുരുക്കൽ എന്നുള്ളതാണ് ഒരു മെയിൻ ഫോക്കസായി വരാൻ പോകുന്നത്. ഞാൻ ആവർത്തിക്കുന്നില്ല. താങ്കളുടെ ഒരു ചെറിയ റെസ്പോൺസ് എടുത്തുകൊണ്ട് എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ രാംകുമാർ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെല്ലാം അഭ്യൂഹങ്ങളാണ്. അത് അതീവ വിഭവ സമാഹരണത്തിന് സർവീസ് ചാർജ് അടക്കമുള്ള മറ്റ് ചാർജുകൾ യൂസർ ഫീ കൂട്ടും എന്ന് അദ്ദേഹം അത് ഊഹാപോഹം മാത്രമാണ്. ഇവിടെ ധവളപത്രത്തിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെ അധിക വിഭവ സമാഹരണത്തിനുള്ള ഒരു മാർഗം സംസ്ഥാനത്ത്, ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. 132 പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലോ ഭാഗ്യപ്പെട്ടോ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇവരെല്ലാവരും കൂടി ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം ഏതാണ്ട് 78,000 കോടി രൂപയാണ്. ഈ ധവളപത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം നമ്മളത് കാണാതെ പോകരുത്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പുനരുദ്ധാരണ പാക്കേജുകൾ പലതും ഈ ധവളപത്രത്തിൽ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ ധവളപത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നഷ്ടങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ, അല്ലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും താല്പര്യങ്ങളും അവരുടെ തൊഴിലും സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഭൂവിനിയോഗത്തിലടക്കം പുതിയ നിയമനിർമ്മാണത്തിലടക്കം നവീനമായ ആശയങ്ങൾ കൊണ്ടുവന്ന് അവിടെ നിന്ന് അധിക വരുമാനം ഉണ്ടാക്കും. ഒരു നിർദ്ദേശമാണ് വളരെ പ്രധാനപ്പെട്ട. ലളിത മലയാളം വിറ്റഴിക്കൽ എന്നുള്ളതല്ലേ, ഭൂമി അടക്കം വിറ്റഴിക്കൽ എന്നുള്ളതല്ലേ. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ ഏത് സർക്കാരാണ് ഇത് വിറ്റഴിക്കുമെന്നുള്ളതല്ല, വിറ്റഴിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് കളയുമെന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു ചെറിയ ഉദാഹരണം പറയാൻ എന്നെ അനുവദിക്കണം. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നാണ് ചവറയിലെ, എന്റെ നാട്ടിലെ ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവർ ഉണ്ടാക്കിയിരിക്കുന്നത് 107 കോടി രൂപയുടെ ലാഭമാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളുടെ തീരപ്രദേശത്ത് വലിയ തോതിൽ ഏറ്റവും വില കൂടിയ, ലോകത്ത് തന്നെ ഏറ്റവും വില കൂടിയ കരിമണൽ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കരിമണൽ നിക്ഷേപത്തിന് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ KMMലും തിരുവനന്തപുരത്തെ ടൈറ്റാനിയവും മാത്രമാണ് ഇടപെടുന്നത്. ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേര് ഞാനിവിടെ പറയുന്നില്ല, ഒരു സ്വകാര്യ മുതലാളി, അദ്ദേഹം വളരെ സ്വകാര്യമായിട്ട് ബിസിനസ് നടന്നു കോടികൾ കൊയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ധവളപത്രത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, നമ്മുടെ ഇത്തരത്തിലുള്ള റയർ എർത്തുകൾ അടക്കം അപൂർവ ധാതു ലവണങ്ങളുടെ ഖനനം അടക്കമുള്ള കാര്യങ്ങൾ, ഈ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ എന്നുള്ളതാണ് അതിന്റെ സെൻസ്. അത് VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ അംഗീകരിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ആധികാരികമായ ലൈസൻസിന് സ്വകാര്യ സംരംഭകരെ, നിക്ഷേപകരെ ആകർഷിച്ച് ഇത് വ്യവസ്ഥാപിതമാക്കി നമ്മുടെ ലാഭ വിഹിതം കൂട്ടും, അതിന് നികുതി കൂട്ടും, അധിക വരുമാനം. ധാതു ഖനനം വളരെ ലളിതമായി പറഞ്ഞാൽ കരിമണൽ ഖനനം എന്നുള്ളത് പൊതുമേഖലയിൽ നടക്കുന്ന ഒരു ഉത്തരവാദിത്വമുള്ള പരിപാടിയാണ്. ഒരു പോളിസി ഷിഫ്റ്റ് മുഖ്യമന്ത്രി പറഞ്ഞു, അത് സ്വകാര്യ മേഖലയിലേക്ക് വരുന്നു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ എന്നൊരു നിലപാടിലേക്ക് ഈ സർക്കാർ പോയാൽ VD സതീശനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച VM സുധീരൻ ഉൾക്കൊള്ളുമോ, അംഗീകരിക്കുമോ? ഇത്രയേ ഉള്ളൂ എൻ്റെ ചോദ്യം. താങ്കളൊരു മാധ്യമപ്രവർത്തകനാണല്ലോ, എന്തു തോന്നുന്നു? അല്ല, ഇവിടെ നമ്മൾ ഇതിനെ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ്. ഇവിടെ അല്ല, ഒരു സെക്കൻഡ്, അതായത് നമ്മളാരും അല്ല, നമ്മളെക്കാളൊക്കെ എത്രയോ മുകളിലാണ് നമ്മുടെ സ്റ്റേറ്റ്.
നമ്മുടെ സ്റ്റേറ്റ് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതാണ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്, അതാണ് UDF പറഞ്ഞത്. നമുക്ക് അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് കരിമണൽ ഖനനം, സർ ഞാൻ വരുന്നു, ഇടവേളയിലേക്ക് പോകണം. അങ്ങനെ ഒരു വലിയ ഇംപ്രഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് കരിമണൽ ഖനനമടക്കം സ്വകാര്യ മേഖലയിലേക്ക് പോകാം, അതൊരു പോളിസി ഷിഫ്റ്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വി എം സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഉൾക്കൊള്ളുന്ന നാളെ മുതൽ വാർത്തകളിൽ വരുന്ന ഒരു പ്രതികരണങ്ങളുണ്ട്. ഞാൻ വരാം ശ്രീ രാജശേഖരൻ. ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ വിഭവ സമാഹരണത്തിൽ ധാതു ഖനനം അത് സ്വകാര്യ മേഖലയിലേക്ക്, മുമ്പ് പറഞ്ഞല്ലോ, ലളിതമായി പറഞ്ഞാൽ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിലേക്കും പോകുന്നു എന്ന നിലയിലേക്ക് വരുന്നൊരു മാറ്റം അത് കേരളം അംഗീകരിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ വന്ന രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഭരണപക്ഷ MLA സ്റ്റേറ്റ്മെൻറ്റ് വന്നു. പെൻഷൻ പ്രായം കൂട്ടുന്നതിനെതിരെ ഉല്ലാസ് കോവൂർ എന്ന RSP MLA അതിനെതിരായ നിലപാട് പരസ്യം അത് തള്ളിക്കളയണം എന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. ഒരു ഭാഗത്ത് പെൻഷൻ പ്രായം ഉയർത്തുക എന്ന് പറയുന്ന ഡിമാൻഡ് തള്ളിക്കളയുമ്പോൾ, മറുഭാഗത്ത് ഈ സർക്കാരിൻ്റെ കാലത്ത് ശമ്പള പരിഷ്കരണവും ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ജീവനക്കാരുടെ മുമ്പിലും വരികയാണ്. അപ്പോൾ ഈ ധാതു മണൽ ഖനനം എന്ന് പറയുന്നതിലെ മുഖ്യമന്ത്രിയുടെ കണ്ണ്, ശ്രദ്ധ, അതേക്കുറിച്ച് അവസാനം. ഒരു കാരണവശാലും കേരളത്തിൽ ഈ നയമാറ്റം അനുവദിക്കില്ല. തീരദേശ ജനത അനുവദിക്കില്ല, നമ്മുടെ നാടിൻ്റെ വിഭവങ്ങളിൽ താല്പര്യമുള്ളവർ അനുവദിക്കില്ല. ഞാനൊരു കാര്യം പറയാം. നായനാർ സർക്കാരിൻ്റെ കാലത്ത്, അല്ല VS സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ KMML-ഉം റഷ്യൻ കമ്പനിയും ഒരു സംയുക്ത സംരംഭം ടൈറ്റാനിയം മെറ്റൽ ഉണ്ടാക്കാൻ, സ്പോഞ്ചല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ടൈറ്റാനിയം മെറ്റൽ ഉണ്ടാക്കാൻ നമ്മുടെ ഈ വിഭവം ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ എല്ലാം ആയുധമാണ് കേട്ടോ, കോൺഗ്രസ് എതിർത്താണ് അത് തോൽപ്പിച്ചത്. അഴിമതി ആരോപണം വെച്ചിട്ട് റഷ്യൻ പൊതുമേഖലാ സ്ഥാപനമാണ്. അതാണ് നാട്ടിൽ ഏതാനും ഒരു 1.5 ദശാബ്ദം മുമ്പുണ്ടായത്. ഇപ്പോഴെന്താ, കരിമണൽ ഖനനം ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനവും KMML ആണ്. അത് അവർ സംസ്കരിച്ചിട്ട് ആവശ്യക്കാർക്ക് വിൽക്കുന്നു. ആ വിൽപ്പന വാങ്ങുന്നതിൽ ഈ പറഞ്ഞ ഇവിടെ CMR എറണാകുളത്ത് കമ്പനി ഉണ്ടായേക്കാം, ഉണ്ട്. പക്ഷേ അവരവിടെ നിന്നല്ലെങ്കിൽ IRE വാങ്ങും. അല്ലാതെ കരിമണൽ അവർക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല കേട്ടോ, അത് KMML സംസ്കരിക്കുന്നു. ഇന്നിപ്പോൾ തോട്ടപ്പള്ളിയിൽ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഖനനം നിർത്തിവെപ്പിച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടെന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അദാനി അടക്കമുള്ള താല്പര്യക്കാരെ കരിമണൽ ഖനനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. റെയർ എർത്ത് കോറിഡോർ കേന്ദ്ര ബഡ്ജറ്റിലുണ്ട്. നമ്മുടെ തീരപ്രദേശം പൊട്ടിത്തെറിക്കും കേട്ടോ. ഇത്തരത്തിൽ ഏതെങ്കിലും സ്വകാര്യ മുതലാളിക്ക് നമ്മുടെ ധാതുക്കൾ ഖനനം ചെയ്യുന്നതിന് തീരപ്രദേശത്ത് അനുമതിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഒരുപക്ഷെ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ആദ്യത്തെ ഏറ്റവും വലിയ മോദി, അദാനി, VD ഭായ് എന്നാണോ ശ്രീ തോമസ് ഐസക് പറയാൻ ശ്രമിക്കുന്നത്? അതാണോ ഉദ്ദേശിച്ചത്? ഇപ്പം എത്രയും യാതൊരു സംശയമില്ല. അദാനി ഇപ്പോൾ വെക്കാത്തെന്ത്, FCA ഗോഡൗൺ മുഴുവൻ അദാനി ഏറ്റെടുക്കുകയാണ്, എല്ലാത്തിലേക്കും കയറുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത ഉന്നം ഈ റെയർ എർത്ത് പിടിക്കുക. അങ്ങനെ ആരെങ്കിലും എടുത്താൽ മാത്രമേ ഇന്ത്യക്ക് ഈ ലോക വിപണിയിൽ സ്ഥാനം ഉണ്ടാവുമെന്നാണ് മോഡി ധരിച്ച് വശമായിട്ടുള്ളത്. അതുമായിട്ട് ഉള്ള ചർച്ചകൾ തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളും സൂചനകളും ഉണ്ട്. ഏതായാലും അത് വിനാശത്തിനായിരിക്കും, കേരളം അനുവദിക്കില്ല. വളരെ വേഗത്തിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. CP രാജശേഖരൻ, അപ്പോൾ ഈ ധവളപത്രം ഒരു ചെറിയ മീനല്ല. ഡീലല്ല ശരത്ത്. ധവളപത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു കാര്യം എടുത്തു പറയുന്നു. പറയുന്ന കാര്യം ഇതാണ്: നമുക്ക് നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളത്തിനും പെൻഷനും മറ്റാനുകൂല്യങ്ങളും കൊടുക്കുന്നു.
20% പരിശീലനത്തിന് അത് കൊടുക്കുന്നു. ദയവായി അതിന്റെ ഡീറ്റെയിൽസ് അല്ല. ശ്രീ ഞാൻ രാംകുമാർ, അവസാനിപ്പിക്കുന്നു. താങ്കൾക്കത് നമ്മുടെ പറയാം. കയ്യിൽ എങ്ങനെയാണെന്നറിയോ, വികസനത്തിൽ രാംകുമാർ നമ്മൾ നേരത്തെ അത് കൃത്യമായി പറഞ്ഞു. 80% നമ്മുടെ വരുമാനത്തിന്റെ 80%വും ചെലവാകുന്നത് ശമ്പളത്തിനും പെൻഷനുമാണ് എന്ന് ഈ ധവളപത്രം പറയുന്നത് ശരിയല്ല. കേരളത്തിന് ആകെ ലഭിക്കുന്ന വരുമാനം, കേന്ദ്രത്തിൽ നിന്ന് അടക്കം വരുന്ന വരുമാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ ചെലവുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ അത് 80 ഇല്ല, പരമാവധി 60, ശമ്പളവും പെൻഷനും എല്ലാം കൂടി. അതിൽ തന്നെ ശമ്പളം 30-33%. ഇതിനെ കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ അതാ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ട് ഇതിനെ ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിലാകാം, അല്ലെങ്കിൽ ആവർത്തനമായി പോകും. അതുകൊണ്ട് മാത്രമാണ്, ഇതിൻ്റെ സമയം തീരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ തന്നെ രാംകുമാർ ആ വൈരുദ്ധ്യം അവതരിപ്പിച്ചു വെച്ചു. താങ്കൾക്കത് ഡിസ്പ്യൂട്ട് ചെയ്യാം, എനിക്ക് യാതൊരു എതിർപ്പുമില്ല. തീർച്ചയായിട്ടും അതെ, ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ രാംകുമാറിന്റെയോ അല്ലെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ വാദങ്ങളെ അല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ രാംകുമാറിലെ കൂടി അവസാനമായ ഒരു കാര്യം. രാംകുമാർ, കഴിഞ്ഞ 10 വർഷക്കാലം, ആ 10 വർഷക്കാലത്തെ ധനവിനിയോഗത്തെക്കുറിച്ചാണല്ലോ ഈ ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. ആ കാലം എന്നുള്ളത് കേരളത്തിനും മലയാളിക്കും ജീവിതകാലത്ത് മറക്കാൻ കഴിയാത്തതാണ്, ഏത് തലമുറ വന്നാലും. അപ്പോൾ ആ കാലത്തെ ധനവിനിയോഗത്തെ ഈ ധവളപത്രം മാനിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടത്തിലെ ധനവിനിയോഗം നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ധവളപത്രം കാണുന്നതേയില്ല. അവിടെ ഉണ്ടായത് എന്താ, ഈ സർക്കാർ 2016 ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നേരിട്ട ആദ്യത്തെ പ്രശ്നം എന്താ, നോട്ട് നിരോധനം. അതിന്റെ ആഘാതം 1 വർഷം നീണ്ടു നിന്നു. അത് കഴിഞ്ഞ് പിന്നീട് GST പരിഷ്കാരങ്ങൾ വന്നു, അതിനും ചില പ്രശ്നങ്ങൾ ഉണ്ടായി, അത് കുറച്ചു കാലം നീണ്ടു നിന്നു. പിന്നെ പ്രളയം വന്നു 2018. അടുത്ത വർഷം കനത്ത കാലവർഷം വന്നു, അതിന്റെ അടുത്ത വർഷം കോവിഡ് വന്നു, അതിന്റെ അടുത്ത വർഷം കോവിഡ് തുടർന്നു. ഇങ്ങനെ 6 വർഷവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി സമ്പദ്ഘടനയിൽ രൂപപ്പെട്ട വർഷങ്ങളല്ലേ കടന്നുപോയത്. അങ്ങനെയായിട്ട് പോലും തോമസ് ഐസക്ക് ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നല്ലോ. അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ 2019-20 കേന്ദ്രം 3% ധനകമ്മി അനുവദിച്ചിട്ടും അദ്ദേഹം 2.9% ആക്കി ധനകമ്മിയെ നിജപ്പെടുത്തിയിട്ടല്ലേ അദ്ദേഹം ഇറങ്ങിപ്പോയത്. അപ്പൊ കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് അന്നുണ്ടായിരുന്നില്ല. ഈ പ്രതിസന്ധികളുടെ ഒക്കെ പശ്ചാത്തലത്തിലും ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ കൂടുതൽ ചെലവുകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അത് കേരളം മികച്ച രീതിയിൽ ചെയ്തു. അതിന്റെ ചില പ്രശ്നങ്ങളാണ് ഈ കടഭാരത്തിന്റെ കണക്കുകളിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഇപ്പോൾ കടം പഴയ രീതിയിലേക്ക് മടങ്ങിപ്പോയത് കൊണ്ട് തന്നെ അടുത്ത 2, 3, 4 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിന്റെ കടഭാരം പഴയ രീതിയിലേക്ക്, നോർമലായിട്ടുള്ള രീതിയിലേക്ക് മടങ്ങിപ്പോകും. അതൊരു സ്വാഭാവിക ചാക്രിക പ്രതിഭാസമാണ്. അതിനെ അങ്ങനെ കാണുന്നതിന് പകരം ഇവിടെയൊക്കെ തകർന്നു പോയി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ് പ്രതീതി? ആ പ്രതീതി സൃഷ്ടിച്ചാൽ മാത്രമേ അതിന്റെ ഗ്യാപ്പിനിടയിൽ കൂടി കൊണ്ട് ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ള നടപടികൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ഒരു സാധ്യത അതുമൂലമേ ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതീതി നിർമ്മാണം തന്നെ നടക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കേരളത്തിൻ്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച ധവളപത്രം. ആ ധവളപത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും മുൻ ആസൂത്രണ ബോർഡ് അംഗവും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ രാംകുമാറും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള വീക്ഷണത്തിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററായിട്ടുള്ള ശ്രീ CP രാജശേഖരനും സംസാരിച്ചത്. മൂർക്കും വളരെയധികം നന്ദി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം GSDPയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ GSDPയുടെ 35% കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുക്കടം, അതിൻ്റെ നിരക്ക് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ 2002, 2003, 2004, 2005 വർഷത്തേക്ക് പോയാൽ ഇതേ GSDPയുടെ 40% ശരാശരി 40%. 40%-ന് മുകളിലേക്കും അത് കടന്നു പോയിട്ടുണ്ട്. കടബാധ്യത, കേരളത്തിൻ്റെ കടബാധ്യത ശ്രദ്ധിക്കുക. 2002 മുതൽ 2005, 2006 ആ കാലയളവിൽ കേരളം ഭരിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയായിരുന്നു. ആദ്യഘട്ടത്തിൽ AK ആൻ്റണി ആയിരുന്നു, പിന്നീട് ഉമ്മൻചാണ്ടിയുമായിരുന്നു. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടബാധ്യത 40% കടന്നു നിന്നത് ആ കാലത്തായിരുന്നു. 2006 പിന്നീട് VS സർക്കാർ വന്ന കാലത്ത് അതിനെ മടക്കിക്കൊണ്ടുവരുന്ന നിലയുണ്ടായി. 2011 അത് 31.8 എന്ന നിലയിലേക്ക് ചുരുക്കി കൊണ്ടുവന്നു. ഇപ്പോൾ അത് 35%. അത് കോവിഡ് കാലത്തൊക്കെ ഏറ്റവും അധികം ചെലവഴിച്ചതുകൊണ്ടാണ് കേരളത്തിന് അങ്ങനെ പിടിച്ചു നിൽക്കാനായത്. ഒരു ചെലവും ചെയ്യാതെ കയ്യും കെട്ടി
വിട്ടുനിന്ന സർക്കാരുകളാണ് അവരുടെ മനുഷ്യരെ ഏറ്റവും അധികം മരണത്തിന് വിട്ടുകൊടുത്തത്. രാജ്യത്തെ സർക്കാരടക്കം അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളടക്കം. ഇവിടെ കേരളം അതല്ല ചെയ്തത്. ആ മഹാമാരി അടക്കം ഏറ്റവും അധികം സ്പെൻഡ് ചെയ്ത്, ഏറ്റവും അധികം ചെലവ് ചെയ്ത്, ആരോഗ്യരംഗത്താകട്ടെ ജീവിതത്തിലാകട്ടെ ഒക്കെ ചെലവ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ടാണ് കേരളം ലോകം തന്നെ ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് അവിടെ ഉണ്ടായ ഒരു ഷിഫ്റ്റും വളർച്ചയും ഉണ്ട്. അവിടെ നിന്ന് പുറകോട്ട് വരുന്നു. ഇപ്പോൾ 35%. സ്വാഭാവികമായി 32%ത്തിലേക്ക് പൊതുകടം എത്തിക്കാൻ കേരളം പോലൊരു സംസ്ഥാനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും ഉയർന്ന കടത്തിലേക്ക് പോയത് UDF ഭരണകാലത്തായിരുന്നു എന്നതുകൂടി ധവളപത്രം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും.